നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും അഥവാ ജിന്നുകളിൽ നിന്നും വഅൈനിൽ ഇൻസാനി മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. അപ്പോൾ ജിന്നുകളുടെ ശല്യമുണ്ട്. അത് വസ്വാസാകാം, അവരുണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളാവാം. അതേപോലെ തന്നെ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാവാം. പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിന്ന് ബാധയുണ്ട്. ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് പല നിലക്കുമുള്ള ഷർറുകൾ ജിന്നുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരം ഷർറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. വഅൈനിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും. അപ്പോൾ കണ്ണേറ് യാഥാർത്ഥ്യമാണ്, ജിന്നുകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ഹത്താ നസലത്തിൽ മുഅവ്വിദത്താനി ഇറങ്ങുന്നതുവരെ. ഏതാണ് ഈ മുഅവ്വിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമാണ്. എല്ലാ നിലക്കുമുള്ള കണ്ണേറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ പ്രേരണകളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് എല്ലാം, അതേപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അവക്ക് നൽകപ്പെട്ട പേര് പോലും അഭയം തേടുന്ന, കാവൽ തേടുന്ന അധ്യായങ്ങൾ എന്നാണ്. 2 അധ്യായങ്ങൾ. അതാണ് അൽ മുഅവ്വിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാവൽ തേടുന്ന, കാവലിനെ ചോദിക്കുന്ന അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഫലമ്മാ നസലത അഖദ ബിഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 അധ്യായങ്ങളെ മുറുകെ പിടിക്കുകയും വതറകമാ സിവാഹുമ, അതിനപ്പുറത്തുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകൾക്ക് പകരമായി അള്ളാഹുവിൻ്റെ റസൂൽ ഈ 2 സൂറത്തുകളെ മുറുകെ പിടിച്ചു എന്നാണ്. അപ്പോൾ ഈ 2 സൂറത്തുകൾ കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്ന സൂറത്തുകളാണ്. അതുകൊണ്ട് തന്നെ സിഹർ, കണ്ണേറ്, ജിന്നുകളുടെ ശല്യം, ഇതിനെയെല്ലാം ഭയപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ 2 സൂറത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കലും പാരായണം ചെയ്യലുമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഉഖബ് അലാ ഉഅല്ലിമുക സൂറത്തൈനി മിൻ ഖൈരി സൂറത്തൈനി ഖറഅ ബിഹിമൻ നാസ്, ഞാൻ താങ്കൾക്ക് 2 സൂറത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ? ജനങ്ങൾ പാരായണം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല 2 സൂറത്തുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇത് മനുഷ്യർ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല 2 സൂറത്തുകളാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റ ബിഹിമ കുല്ലമാ നിംത വകുല്ലമാ ഖുംത, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക. എപ്പോഴെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടോ അപ്പോഴും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ ഈ പറയപ്പെട്ട ഷർറുകളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകുന്നതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറ മിസ്ലുഹുന്ന ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുല്യതയില്ലാത്ത 2 അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതിന് സമാനമായത് കാണപ്പെട്ടിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന സൂറത്തുകളാണ് ഈ 2 സൂറത്തുകൾ. ഇമാം നസായി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര കൂടി പറയുന്നു, മാ സഅല സായിലുൻ ബിമിസ്ലിഹിമാ, ചോദിക്കുന്ന ഒരാളും ഈ 2 സൂറത്തുകൾ മുഖേന ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വലസ്തആദ മുസ്തഈദുൻ ബിമിസ്ലിഹിമാ, ഈ 2 സൂറത്തുകൾ കൊണ്ട് ശരണം തേടുന്നത് പോലെ മറ്റു വേറൊന്നുകൊണ്ടും ഒരു ശരണം തേടുന്ന ആളും ശരണം തേടുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരണം തേടുന്ന, കാവലിനെ ചോദിക്കുന്ന, അഭയം തേടുന്ന അധ്യായങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇവ 2ഉം പാരായണം ചെയ്യുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവർ നിർഭയരായിരിക്കും. കാരണം അതിലൂടെ അവർ കാവൽ തേടുന്നത് അള്ളാഹുവിനോടാണ്. അതിലൂടെ അവർ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുക. അതിൻ്റെ കൂടെ സൂറത്തുൽ ഇഖ്ലാസ് കൂടി ഉണ്ടെങ്കിലോ അത് അങ്ങേയറ്റത്തെ കാവലാണ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, താങ്കൾ ഇങ്ങനെ പറയണം. അദ്ദേഹം ചോദിച്ചു, എന്താണ് പറയേണ്ടത്? റസൂൽ ആവർത്തിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹു 3 മററാത്തിൻ. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും
സൂറത്തുന്നാസും നീ എല്ലാ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലുക. എല്ലാ രാവിലെയും 3 തവണ, എല്ലാ വൈകുന്നേരവും 3 തവണ. ഈ 3 സൂറത്തുകൾ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാറ്റിൽ നിന്നും നിനക്ക് കാവലായി അത് മതിയാകുന്നതാണ്. എല്ലാ ഖൈറുകൾക്കും അത് കാരണമായി തീരും. എല്ലാ ഷർറുകളിൽ നിന്ന്, കണ്ണേറ്, സിഹർ, ജിന്നുകളുടെ ശല്യം, പിശാചിന്റെ ശല്യം, എല്ലാറ്റിൽ നിന്നും മതിയാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രോഗം വന്നാൽ, എന്തെങ്കിലും രോഗങ്ങൾ, അതേത് രോഗമാകട്ടെ, ആ രോഗം വന്നാൽ ഈ സൂറത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തക യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വയൻഫുസു ഫലമ്മ ഇഷ്തദ്ദ വജഉഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു രോഗം വന്നാലും മുഅവ്വിദാത്തുകൾ കൊണ്ട്, മുഅവ്വിദാത്ത് എന്ന് ബഹുവചന രൂപത്തിൽ പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത് പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകളിലേക്ക് ഊതി ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കടുത്ത സന്ദർഭത്തിൽ ഞാനായിരുന്നു പ്രവാചകൻ ഓതിക്കൊടുത്തിരുന്നത്. എന്നാൽ പ്രവാചകന്റെ കൈകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു തടവിയിരുന്നത്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടായാലും ഈ സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്കത് പകരമാവുന്നതാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചൊല്ലിയിരുന്ന രീതി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന ഇദാ അവ ഇലാ ഫിറാശി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദിഹി യഫ്അലു ദാലിക 3 മർറാത്തിൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈകളെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കൈകളിലേക്ക് ആദ്യം ഊതും. ചില റിവായത്തുകളിലുള്ളത് ഓതിയതിന് ശേഷം ഊതും. ഏതൊക്കെയാണ് ഓതുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് ഓതിയിട്ട് ആദ്യം തടവുന്നത് തലയും മുഖവുമാണ്. പിന്നെ ശരീരത്തിന്റെ സാധിക്കുന്ന ഭാഗങ്ങളിലും പുറം ഭാഗങ്ങളിലുമൊക്കെ ഇതുകൊണ്ട് തടവും. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലിക്കിടക്കുക. നേരത്തെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഅവ്വിദത്തൈനി ഓതണം, ഉറങ്ങി എഴുന്നേറ്റാലും ഓതണം. അതേപോലെ തന്നെ ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറ അൽ മുഅവ്വിദാതി ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും രോഗങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും അതേപോലെ തന്നെ കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. സിഹറിനെ, കണ്ണേറിനെ, അതേപോലെ തന്നെ ജിന്നുകളുടെ ശല്യങ്ങൾ ഭയപ്പെടുമ്പോഴൊക്കെ ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ അത് മതിയാകുന്നതാണ്. ഈ സൂറത്തുകളെ മുറുകെ പിടിക്കുന്ന മുവഹിദുകളായ ആളുകൾ അവർ നിർഭയരായിരിക്കും. അവർ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. എന്നാൽ ഇതൊന്നുമില്ല, യാഥാർത്ഥ്യമില്ല, സിഹറിന്, കണ്ണേറിന്, ജിന്നുകളുടെ ശല്യത്തിന് എന്ന് പറയുന്നവർ ഇതേപോലെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നതും ജീവിതത്തിൽ കാണിച്ചു തന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്യുകയില്ല. കാരണം അവരതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് വളരെ വലിയ അപകടമാണ്. അത്തരം ആളുകളെയാണ് സിഹറും കണ്ണേറും പിശാചിന്റെ ശല്യവും ബാധിക്കാൻ കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഈ വിഷയത്തിൽ മധ്യമ നിലപാടാണ്. അവർ ഇതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. അതേ സന്ദർഭത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്തുകൊണ്ട് അവർ നിർഭയരായിത്തീരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നിർഭയരായി തീരുകയാണ് ചെയ്യുന്നത്. പല ആളുകളും ആരോപിക്കുന്നത് പോലെ അവർ പേടിക്കുന്ന ആളുകളല്ല, അവർ ഭയപ്പാടിന്റെ ആളുകളല്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ നിർഭയരായിത്തീരുന്നു. അതേ സന്ദർഭത്തിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന വിഡ്ഢികളുമല്ല അവർ. അതുകൊണ്ട് ഈ ഒരു നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പോൾ സിഹറിനെ, കണ്ണേറിനെ, ജിന്നുകളുടെ ശല്യത്തെ ഭയപ്പെട്ടാൽ ഈ 2 സൂറത്തുകളെ മുറുകെ പിടിക്കുക. നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പതിവായി എല്ലാ ദിവസവും നമ്മൾ ഇത് ചൊല്ലുന്നവരാണെങ്കിൽ പിശാചുക്കളുടെ ശല്യത്തിൽ നിന്നും മറ്റും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ്. എന്റെ കയ്യിൽ കാണുന്ന ഈ ലഘുലേഖ പാലക്കാട് ജില്ലയിലെ തൃക്കരിരി എന്ന് പറയുന്ന സ്ഥലത്ത് SSFന്റെ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ പറയുന്നത്, മക്കയിലെയും മദീനയിലെയും സഹാബാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മക്ബറുകൾ തട്ടിനിരത്തിയും ഭണ്ഡാരങ്ങൾ കൊള്ളയടിച്ചും പണ്ഡിതന്മാരെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയവരുമാണ് മുജാഹിദ് പ്രസ്ഥാനം. എനിക്ക് പറയാനുള്ളത്, മക്കയിലെ ആരുടെ ഖബറാണ് മുജാഹിദ് പ്രസ്ഥാനം
മറ്റേ തട്ടി നിരത്തിയതെന്നും ഏത് ഭണ്ഡാരമാണ് കൊള്ളയടിച്ചതെന്നും അതേപോലെ തന്നെ ഏത് പണ്ഡിതനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കൊലപ്പെടുത്തിയതെന്നും ഈ സദസ്സിന്റെ മുമ്പിൽ തെളിയിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്ക് ഇല്ല എന്നും അതല്ലെങ്കിൽ ഈ ലഘുലേഖയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നും പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. രണ്ടാലൊന്നുകൂടെ തെളിയിക്കണം. ആ ലഘുലേഖ ആരിറക്കിയതാണ് എന്ന് നമുക്കറിയില്ല. SSF ഇറക്കിയതാണ് എന്ന് അയാൾ പറയുന്നു. അല്ലാഹു അഅലം. ഏതായാലും ശരി, നമുക്കതിൽ നിന്ന് അങ്ങനെ നമുക്കതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ വിഷയം ഞാൻ പറയാം. ലഘുലേഖയുടെ കഥ നമുക്കറിയില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം ചാലിയത്തത് ഞാൻ പലപ്പോഴും സംസാരിച്ചതായതുകൊണ്ട് അതിൽ പുതുമ ഉണ്ടാവാൻ തരമില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം മക്കയിലും മദീനയിലും യഥേഷ്ടം ജാറങ്ങളും മഖ്ബറകളും കൊള്ളയടിക്കുകയും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ പറയുന്നതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന പുസ്തകം ₹1.25 വിലയുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് അവർ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് EK മൗലവി. EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള പത്രമാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാള പത്രം. അറബിയിലുള്ള പുസ്തകം എന്റെ കയ്യിൽ വേറുണ്ട്. ഉൻവാനുൽ മജിദ് ഫീ താരീഖ് നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഈ കാര്യം യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് കൂടി തിരിയണതാ പറയണത്, അറബി തിരിയില്ലല്ലോ. നിങ്ങൾക്ക് കൂടി തിരിയുന്നത് പറയാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാളത്തിലുള്ള ഈ പത്രത്തിൽ പറയുന്നത് എന്താണ്? 1801 ഇത് എഴുതുന്നതാരാ? KC അബൂബക്കർ മൗലവി എന്ന ഉഗ്രവാദി മുജാഹിദ്. 5 കൊല്ലം മുമ്പാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ ഇത് എഴുതുന്നു. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. നിങ്ങൾ കേൾക്കണം, ആരാത് കൊല്ലണത്? 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം. അതല്ലാതെ സുന്നി സൈന്യമല്ല. വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. വളഞ്ഞിട്ട് എന്തു ചെയ്തു? പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് കൊള്ളയടിച്ചു. ആരാ കൊള്ളയടിച്ചതെന്നാ ചോദിച്ചേ? നിങ്ങളെന്നെ, വേറെ ആരാ? മഖാമ് കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വില പിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. അതുകൊണ്ടാണ്, അപ്പൊ അവർ കാഫിറാണ് എന്നായിരുന്നു അവരുടെ വീക്ഷണം. അതുകൊണ്ടാണ് 10,000 വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളയുകയും അവിടെയുള്ള വളരെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും അവിടെ ആ മഖ്ബറയിലേക്ക് കിട്ടിയിട്ടുള്ള നേർച്ച സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തത്. എന്നിട്ടിങ്ങനെ വിശദീകരിച്ചു പറയുന്നു. പിന്നീട് ഔലിയാക്കളുടെ ജാറങ്ങൾ പൊളിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന വഴിപാടായി കിട്ടിയ ഹദിയകളും വിലപിടിച്ച സാധനങ്ങളും പിടിച്ചെടുക്കുകയും മഖാമിലെ അന്തേവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്തു. മഖാമും ജാറവും ശിർക്ക്, അവിടേക്ക് കിട്ടണ നേർച്ചകളും ഹദിയകളും അതൊക്കെ തൗഹീദും. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ തൗഹീദിന്റെ കോലങ്ങൾ മനസ്സിലാക്കണം. ജാറവും മഖബറയും ശിർക്ക്, അവിടെ കിട്ടുന്ന വരുമാനം അതൊക്കെ തൗഹീദ്. എന്നിട്ട് പോക്കറ്റ് കാക്കുക. എന്നിട്ട് പറയുന്നത് കണ്ടോ, ഇതിൽ ഒരുപാടുണ്ട്, 1, 2 എന്നല്ല, ഒരുപാട് സ്ഥലത്ത്. എന്നാൽ വഹാബികൾ ഈ അവസരം മസ്സലായി ഉപയോഗിച്ചു. അവർ വേഗം സ്ക്രീനിലും കാണുന്നുട്ടോ, അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന, ഹറമൈനി എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും, അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. എങ്ങനെയുണ്ട് വഹാബികളുടെ താണ്ഡവം? വഹാബികൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. ഞാനിത് വായിച്ചപ്പോ സക്കരിയ സലാഹി ഇതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങൾ എഴുതി വിട്ടതാണ്, ഞങ്ങൾ എഴുതിയതല്ല. എന്താ അയാളൊക്കെ മറുപടി പറയും? ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണമല്ല മൗലവി,
ഇത് വഹാബികളുടെ നേതാവ് EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ളതാണിത്. അതിനാണ് ഈ വഹാബികൾ കൊള്ളയടിച്ച കഥയും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ കഥയും പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങളെ വകയല്ല. പിന്നെ വേറൊരു നേതാവ് ഇതാ ഈ മൊയ്തു മൗലവി എഴുതിയ പുസ്തകമാണ്. ഇതിന്റെ ചട്ടം ഇങ്ങനെ കേടുന്നത് കൊണ്ടാണ് പോയത്, അല്ലാതെ അങ്ങനെ അത് പറയണ്ട. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം, ഈ പുസ്തകത്തിന്റെ 68-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധ പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരവും അവർ അധീനപ്പെടുത്തി. ഓഹോ, വഹാബികൾ ചില്ലറക്കാരല്ല. അറബിയാണെങ്കിൽ ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ്, അതാ അവര് മക്കത്തും മദീനത്തും എത്രയാണ് വകാന ഫീ മക്കത്ത, കണ്ടോ, മിൻ ഹാദൻ നൗഇ ശൈഉൻ കസീർ ഫീ അസ്ഫലിഹ വഅലാഹ വസതിഹ ബുയൂതിഹ. അങ്ങനെ വലബിതൽ മുസ്ലിമൂന ഫീ തിൽകൽ ഖിബാബി ബിദ്അത അശറ യൗമൻ യഹ്ദിമൂന. 10 ചില്ലാനം ദിവസം അവിടെ താമസിച്ചിട്ട് യഹ്ദിമൂന യുബാക്കിറൂന ഇലാ ഹദ്മിഹ കുല്ല യൗമിൻ. എല്ലാ ദിവസവും രാവിലെ പോകും. എന്തിന്? ഖബർ പൊളിക്കാൻ, കുബ്ബ പൊളിക്കാൻ വേണ്ടി പോകുന്ന, കുബ്ബ പൊളിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പോകുന്ന പരിപാടിയാണ് വഹാബി സൈന്യത്തിനുണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഹറമത് മക്കത്തും മദീനത്തും നജ്ദിലും ഒരുപാട് സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങൾ. ഇത് ഞങ്ങൾ എഴുതിയതല്ല, ഉസ്മാനുൻ നജ്ദി എന്ന തനി വഹാബിയൻ ആശയക്കാരൻ എഴുതിയതാ. ഈ പുസ്തകത്തിന്റെ 220-ാമത്തെ പേജിലാണ് ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ് എന്ന അറബിയിലുള്ള ഈ പുസ്തകം. അപ്പോ ഞങ്ങൾ ഈ പറയുന്ന ഏത് വിഷയമുണ്ടോ അതൊക്കെ തെളിവുകളുണ്ട്. തെളിവുകളും പ്രമാണങ്ങളും പുസ്തകങ്ങളും രേഖകളും ഇല്ലാതെ ഞങ്ങൾ ഒന്നും പറയില്ല. അത് ജിന്നുകളുള്ള പ്രാർത്ഥനയാണെങ്കിലും ശരി, അല്ല മക്കബറ പൊളിക്കുന്നതാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, അതിലൊക്കെ വസ്തുത അങ്ങനെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.